നമസ്കാരം, മിത സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. നോവലിസ്റ്റ് നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് എന്ന നോവലിലെ 5-6 ഭാഗങ്ങൾ കേൾക്കാം. 5. സിഇഒയുടെ ക്യാബിനിൽ സ്റ്റോക്ക് ഹോൾഡേഴ്സ് കോൺഫറൻസിൻ്റെ റിപ്പോർട്ട് സബ്മിഷന് ശേഷം അതിഥി വേഗത്തിൽ അനു റോയിയുടെ അടുത്തേക്ക് നടന്നു. അതിഥി, ഇരിക്കൂ. വിചാരിച്ചതുപോലെ നമ്മൾ രണ്ടുപേരും കമ്മീഷനിൽ ഉണ്ട്, കൂടെ സീനിയർ കറസ്പോണ്ടന്റ് നാരായൺ സാറും. പരാതിയുടെ കോപ്പിയും സർക്കുലറും നിന്റെ മെയിലിലോട്ട് വന്നു കാണും. 7 days തീർക്കാനാണ് സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വൈകുന്നേരം ഇരിക്കാം. ശരി, ഇന്നലെ ഇല്ലാത്തതിനാൽ എനിക്കൊരുപാട് വർക്കുകൾ ബാക്കിയുണ്ട്. ഞാൻ ചെല്ലട്ടെ. അതിഥി എണീറ്റ് തിരിഞ്ഞു നടന്ന് ഡോറിനരികെ എത്തിയപ്പോഴാണ് വൈകുന്നേരം വിവാനെ കാണാനുള്ള കാര്യം ഓർമ്മ വന്നത്. അനു, ഇന്ന് പറ്റുമെന്ന് തോന്നുന്നില്ല. കുറച്ച് പേഴ്സണൽ ആവശ്യങ്ങളുണ്ട്. നമുക്ക് നാളെയാക്കാം. അവൾ തിരിച്ച് ക്യാബിനിലെത്തി മെയിൽസ് ചെക്ക് ചെയ്യാൻ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തു. കീബോർഡിലൂടെ വിരലുകൾ ചലിപ്പിക്കവേ ഏതോ ഒരു നിമിഷത്തിൽ അവളുടെ മനസ്സ് ഇന്നലെ വന്ന കടുത്ത മഷി കൊണ്ടെഴുതിയ ലെറ്ററിൽ കുരുങ്ങി നിന്നു. ഇത്രയും പണിപ്പെട്ട് തൻ്റെ ഇന്നലകളെ ചൂഴ്ന്നെടുത്ത് വീണ്ടും തനിക്ക് കത്തയച്ചത് ആരാവാം എന്ന ചിന്ത അവളിലാഴ്ന്നു. തൻ്റെ അപ്പാർട്ട്മെൻറ്റ് അഡ്രസ്സും ഓഫീസ് അഡ്രസ്സും അറിയാവുന്ന ചുരുക്കം സുഹൃത്തുക്കളേയുള്ളൂ. പക്ഷേ അവരാരും മഹാദേവിനെയോ ഡയറിയെക്കുറിച്ചോ അറിയാവുന്നവരല്ല. അല്പനേരം കസേരയിലേക്ക് തലചായ്ച്ചിരുന്നപ്പോൾ പരിചിതമായ പല മുഖങ്ങളും അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. അധികം വൈകാതെ മറ്റൊരു കത്തുകൂടി തന്നെ തേടിയെത്തുമെന്ന് അവൾക്കുറപ്പായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുടരെയുള്ള വാട്സപ്പ് നോട്ടിഫിക്കേഷൻ്റെ ശബ്ദം കേട്ട് അവൾ ഫോൺ എടുത്തു നോക്കി. ഹോസ്റ്റൽ ഡയറീസിൽ ആ സമയത്ത് പതിവില്ലാത്ത വിധം കുറേ മെസ്സേജുകൾ ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തതും ആദ്യം കണ്ടത് ഗോൾഡൻ നിറത്തിൽ ഭംഗിയായി ഡിസൈൻ ചെയ്ത ഒരു എൻഗേജ്മെൻറ്റ് ഇൻവിറ്റേഷനാണ്. ടുഗദർ വിത്ത് ദെയർ ഫാമിലീസ്, സാക്ഷി ആൻഡ് കിഷോർ ആർ ത്രിൽഡ് ടു അനൗൺസ് ദെയർ എൻഗേജ്മെൻറ്റ്. ഒരു നിമിഷത്തേക്ക് ഷോക്കായി പോയ അതിഥി വീണ്ടും ഒന്നുകൂടി ആ ഇൻവിറ്റേഷൻ വായിച്ചു. സാക്ഷിയുടെ എൻഗേജ്മെൻറ്റോ? അവൾ അതിന് താഴെയായി വന്ന മെസ്സേജുകളിലൂടെ വേഗത്തിൽ കണ്ണോടിച്ചു. ദേവിക, OMG, കൺഗ്രാറ്റുലേഷൻസ് ചേച്ചി. അശ്വിനി, കല്യാണത്തിന് എത്ര ദിവസം മുന്നെയാണ് വരേണ്ടതെന്ന് ഇപ്പോഴേ പറഞ്ഞോ? എനിക്ക് നേരത്തെ ലീവ് പറയണം. ദേവിക, എനിക്കും. അശ്വിനി, പിന്നെ ഡ്രസ് കോഡ് സെറ്റ് ചെയ്യണം, ബ്രൈഡ് ടു ബി പ്ലാൻ ചെയ്യണം, അങ്ങനെ എന്തൊക്കെ പരിപാടികളുണ്ട്. സാക്ഷി, ഹലോ, നിങ്ങളിത് എങ്ങോട്ടാ കാട് കയറി പോകുന്നത്? കല്യാണത്തിന് ഇനിയും 10 മാസത്തോളം സമയമുണ്ട്. അശ്വിനി, 10 മാസമൊക്കെ കണ്ണടച്ച് തുറക്കും മുൻപേ പോകും. എന്നാലും ഇതെപ്പോൾ സംഭവിച്ചു? ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ലല്ലോ. അതിഥിക്ക് ബാക്കി മെസ്സേജ് വായിക്കുന്നതിന് മുൻപേ എഡിറ്റോറിയൽ ഡെസ്കിൽ നിന്ന് കോൾ വന്നു. അവൾ ലാപ്ടോപ്പ് എടുത്ത് രോഹിണിയുടെ അടുത്തേക്ക് നടന്നു. ചില അർജന്റ് ഡോക്യുമെന്റ് സൈൻ ചെയ്ത് രോഹിണിയെ ഏൽപ്പിച്ചു. ആ ആഴ്ചയിലെ കവർ സ്റ്റോറിയെക്കുറിച്ചുള്ള ചർച്ചകൾ പതിവിലും നീണ്ടുപോയി. ഡെസ്കിൽ നിന്ന് ഇറങ്ങിയതും അവൾ സാക്ഷിയെ വിളിച്ചു. ഹലോ ബ്രൈഡ് ടു ബി. ഫോൺ എടുത്തപാടെ അതിഥി സന്തോഷത്തോടെ പറഞ്ഞു. ഞാൻ കരുതി നീ ഇൻവിറ്റേഷൻ കണ്ടു കാണില്ലെന്ന്. പൊതുവെ വൈകുന്നേരമാണല്ലോ മെസ്സേജ് നോക്കുന്നത്. സാക്ഷിയുടെ സംസാരത്തിൽ ചെറിയ ചമ്മലുണ്ടായിരുന്നു. 19 മെസ്സേജ് നിർത്താതെ വന്നുകൊണ്ടിരുന്നാൽ എങ്ങനെ നോക്കാതിരിക്കും? ആദ്യം ഞാൻ കരുതി ദേവിക പുതിയ വല്ല മണ്ടത്തരവും ഒപ്പിച്ചു കാണുമെന്ന്. പിന്നെയാണ് എൻഗേജ്മെൻറ്റ് കാർഡ് കണ്ടത്. ഇങ്ങനെയൊരു സർപ്രൈസ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്കെല്ലാം അറിയണം. വിശദമായി പറഞ്ഞോ, എവിടുന്ന് ഒപ്പിച്ചു ഇതുവരെ കേൾക്കാത്ത ഈ കിഷോറിനെ? അവൾ സാക്ഷിയുടെ മറുപടിക്കായി കാതോർത്തു. ഒരു പ്രോപ്പർ അറേഞ്ച് മാരേജ്. എനിക്കായിട്ടൊന്നും ചെയ്യേണ്ടി വന്നില്ല. പപ്പയുടെ ഫ്രണ്ടിൻ്റെ മകനാണ്, ഇവിടെ ബിസിനസ് ചെയ്യുന്നു. കഴിഞ്ഞ ദീപാവലിക്ക് വീട്ടിൽ വന്നിരുന്നു. അതൊരു ഒഫീഷ്യൽ പെണ്ണുകാണൽ ആയിരുന്നെന്ന് ഞാനും കഴിഞ്ഞ ദിവസമാണ് അറിഞ്ഞത്. സംസാരിച്ചപ്പോൾ ആൾ കൊള്ളാമെന്ന് തോന്നി. ഞാൻ യെസ് പറഞ്ഞു. സാക്ഷി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞൊപ്പിച്ചു. ഓഹോ, ഇതിനിടയ്ക്ക് ഞങ്ങളറിയാതെ സംസാരമെല്ലാം നടന്നിട്ടുണ്ട്. അതിഥി വിടാൻ ഭാവമുണ്ടായിരുന്നില്ല. നിങ്ങളോട് പറയണമെന്ന് ഞാൻ പലതവണ കരുതിയതാ. പിന്നെ എല്ലാം സെറ്റായിട്ട് പറയാമെന്ന് തോന്നി. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ സാക്ഷി, നീ ഹാപ്പിയല്ലേ? ഫോൺ വെക്കുന്നതിന് മുൻപേ അവൾക്ക് അങ്ങനെ ചോദിക്കണമെന്ന് തോന്നി. അതെന്താ പെട്ടെന്ന് അങ്ങനെയൊരു ചോദ്യം? സിദ്ധിനോട് നീ സംസാരിക്കാറില്ലേ? അങ്ങനെ ചോദിക്കാൻ മടിയുണ്ടായിരുന്നെങ്കിലും അവൾക്കത് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഇല്ലാതെ, കല്യാണക്കാര്യം ആദ്യം പറഞ്ഞത് അവനോടാണ്. എന്നിട്ട്? അതിഥിയുടെ ശബ്ദത്തിൽ അല്പം ആകാംക്ഷയുണ്ടായിരുന്നു. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണമില്ലേ, അതുപോലെ തന്നെ ആശംസകൾ പറഞ്ഞു, പിന്നെ സന്തോഷമായിട്ടിരിക്കാനും. അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ സാക്ഷിയുടെ ശബ്ദത്തിലെ ഇടർച്ച അവൾക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. അതിഥിയുടെ തലയ്ക്കിൽ നിന്നും ശബ്ദമൊന്നും കേൾക്കാതെ ആയപ്പോൾ സാക്ഷി തുടർന്നു. ഒരിക്കൽ വേദനിക്കേണ്ടി വരും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഞങ്ങളിത് തുടങ്ങി വെച്ചത്. ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളിൽ ഒരിക്കൽ പോലും നാളെയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാകുന്നതിനെക്കുറിച്ച് സങ്കല്പിച്ചു നോക്കിയിട്ടില്ല.
പ്രതീക്ഷകളാണല്ലോ നമ്മെ ഏറ്റവും വേദനിപ്പിക്കുന്നത്. എനിക്കോ അവനോ ഞങ്ങളിൽ വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നില്ല. എനിക്ക് ആ ബന്ധത്തിൽ ഒരു കുറ്റബോധവും തോന്നിയിട്ടില്ല. അവൻ്റെ കൂടെ ചിലവഴിച്ച ഓരോ നിമിഷവും ഞാൻ ഹാപ്പിയായിരുന്നു. പ്രണയത്തിൻ്റെ അറ്റത്ത് വിവാഹം എന്നെഴുതി ചേർത്താൽ മാത്രമേ അത് പൂർണ്ണമാകൂ എന്നൊന്നുമില്ലല്ലോ. അത് പറയുമ്പോഴും സാക്ഷിയുടെ മനസ്സിൻ്റെ വിങ്ങൽ അതിഥിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. അവളുടെ ആ മാനസികാവസ്ഥയിൽ അതിഥിക്ക് പിന്നീട് ഒന്നും സംസാരിക്കാൻ തോന്നിയില്ല. വർക്കുണ്ട്, വൈകുന്നേരം വിളിക്കാമെന്ന് പറഞ്ഞ് അവൾ ഫോൺ വെച്ചു. പണ്ട് ഹോസ്റ്റലിൽ സിദ്ധിനെക്കുറിച്ച് പറയുമ്പോൾ നാണത്തോടെ ചുവന്നിരുന്ന സാക്ഷിയുടെ മുഖവും രാത്രി ഉറങ്ങാതെ അവനോട് സംസാരിച്ചിരിക്കുന്നതിന് അവളോട് വഴക്കിട്ടതും അശ്വിനിയുടെ കല്യാണ ദിവസം കൊച്ചുകുട്ടിയെപ്പോലെ അവൻ അവളെ കൈപിടിച്ചുകൊണ്ട് നടന്നതുമെല്ലാം അതിഥി ഓർത്തു. സാക്ഷി പറഞ്ഞ പോലെ ഓർക്കുമ്പോൾ അതെല്ലാം അവൾക്ക് സന്തോഷം നൽകുമെന്ന് വിശ്വസിക്കാൻ അതിഥിക്ക് കഴിഞ്ഞില്ല. കൂടെയുണ്ടായിരുന്നപ്പോൾ ഭംഗിയുള്ള ഓർമ്മകളെല്ലാം അയാളില്ലാതെയാവുമ്പോൾ പൊള്ളുന്ന വേദനകളായി മാറും. എല്ലാ കാലവും തൻ്റേതാവുമെന്നു കരുതി പ്രണയിച്ചയാൾ ഒരു യാത്ര പോലും പറയാതെ മാഞ്ഞുപോയി. പിന്നീടൊരിക്കൽ അയാൾ മറ്റൊരാളുടേതായി എന്നറിയുമ്പോൾ അതിൽ നിന്നും മുന്നോട്ട് നടക്കാൻ എല്ലാം ഉപേക്ഷിച്ചിറങ്ങേണ്ടി വന്ന ഒരുവൾക്കുണ്ടായ വേദന സാക്ഷിയുടെയും സിദ്ധിൻ്റെയും കാര്യത്തിൽ ഉണ്ടാവില്ലെന്ന് അവൾക്ക് തോന്നി. പരസ്പരം പ്രണയിച്ചപ്പോൾ സൂക്ഷിച്ച അതേ ബഹുമാനത്തോടെ രണ്ടുപേർക്ക് പിരിയാൻ കഴിയുക എന്നതും പ്രണയത്തിൻ്റെ ഭംഗിയുള്ള അവസാനം തന്നെയല്ലേ. അവൾക്ക് അവരെക്കുറിച്ചോർത്തപ്പോൾ അഭിമാനം തോന്നി. ഓപ്പൺ ചെയ്തു വെച്ച ലാപ്ടോപ്പ് സ്ക്രീനിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോഴേക്കും രോഹിണി ഡോർ തുറന്ന് അകത്തേക്ക് വന്നു. അവർ അയച്ച ഡിസൈൻസ് ഒന്നും ഇഷ്ടമായില്ലല്ലേ? അവരോട് ഞാൻ അത് റീവർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമില്ല, വേറൊരാളെ കിട്ടിയിട്ടുണ്ട്. അതിഥി ലാപ്ടോപ്പിൽ നിന്നും മുഖമുയർത്താതെ പറഞ്ഞു. ആണോ? എങ്ങനെ കണ്ടുപിടിച്ചു? ഈ തിരക്കുകൾക്കിടയിൽ അവൾക്ക് അതിനുകൂടെ എവിടുന്ന് സമയം കിട്ടിയെന്ന് രോഹിണിക്ക് മനസ്സിലായില്ല. ഇന്നലെ ഫ്ലൈറ്റിൽ വെച്ച് കിട്ടിയതാണ്. ഇന്ന് വന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ, ആൾ സെറ്റായില്ലേൽ രോഹിണി ഒരു സെർച്ച് കൂടെ നടത്തേണ്ടി വരും. അതിനെന്താ, ഹാപ്പി ടു ഹെൽപ്പ്. അവൾ ചിരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. രോഹിണി പോയതും അതിഥി രാവിലെ വിവാൻ അയച്ച മെസ്സേജ് ഒന്നുകൂടെ വായിച്ചു. വിവാൻ: ഗുഡ് മോർണിംഗ് മാഡം, നമുക്കൊരു സൈറ്റ് വിസിറ്റ് പെൻഡിംഗ് ആണല്ലോ. ഇന്ന് ഫ്രീ ആണോ? അതോ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഞാനൊരു കലണ്ടർ ഇൻവിറ്റേഷൻ മെയിൽ ചെയ്യേണ്ടി വരുമോ? അതിഥി: അതൊരു നല്ല ഓപ്ഷനാണ്. എല്ലാത്തിലും ഒരു പ്രൊഫഷണലിസം ഉള്ളത് നല്ലതല്ലേ? വിവാൻ: അത് നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം തീരുമാനിക്കാം. അതിഥി: എന്നാൽ അങ്ങനെയാവട്ടെ. 7 മണിക്ക് കോളേജ് സ്ട്രീറ്റിനടുത്തുള്ള ഗ്രേ നെസ്റ്റ് കോഫി ഷോപ്പിൽ കാണാം. ലേറ്റ് ആവരുത്. വിവാൻ: കോഫി ഷോപ്പ്? ഇതൊരു ഡേറ്റായി താൻ തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. ഞാൻ ഒരു ഫോർമൽ ക്ലയൻറ്റ് മീറ്റിംഗ് ആണ് ഉദ്ദേശിച്ചത്. പക്ഷേ സാരമില്ല, തനിക്കിതാണ് താല്പര്യമെങ്കിൽ എനിക്കൊക്കെയാണ്. അതിഥി: ഒരു തെറ്റിദ്ധാരണയ്ക്കും സ്കോപ്പില്ല. കോഫി ഷോപ്പിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് നേരിട്ട് സൈറ്റിലേക്ക് പോകാം. ബൈ, സി യു അറ്റ് 7. കഴിഞ്ഞ ദിവസം പറഞ്ഞുറപ്പിച്ച പോലെ കൃത്യം 1 മണിക്ക് ഇഷാനി അതിഥിയുടെ ഓഫീസിലെത്തി. അന്നു രാത്രി ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയ ശേഷം പുഷനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയെങ്കിലും അവരെ കാണാൻ പറ്റിയിരുന്നില്ല. ഒറ്റയ്ക്ക് പോകാൻ ചെറിയ മടി തോന്നിയതിനാൽ ഇഷാനിയെയും കൂട്ടുവിളിച്ചു. ദാ ഇത് കഴിച്ചോ. ഇഷാനി താൻ കൊണ്ടുവന്ന ബ്രെഡ് സാൻഡ്വിച്ച് പാർക്കിങ്ങിലേക്ക് നടക്കുന്നതിനിടയിൽ അവളുടെ കയ്യിൽ കൊടുത്തു. താങ്ക്സ്. ഇന്ന് ലഞ്ച് സ്കിപ്പ് ചെയ്യേണ്ടി വരുമെന്നാണ് കരുതിയത്. 3 മണിക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ട്. അതിനു മുൻപേ തിരിച്ചെത്തണം. അതിഥി വേഗം കഴിച്ചു തീർത്ത് കാർ സ്റ്റാർട്ട് ചെയ്തു. എനിക്കും വേഗം തിരിച്ചെത്തണം. ദിശയെന്ന് സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാമെന്ന് പ്രോമിസ് ചെയ്തതാ. രാവിലത്തെ ട്രെയിനിങ് കഴിഞ്ഞുള്ള ഉച്ചയുറക്കം ഒരിക്കലും മിസ് ചെയ്യാത്ത നീ ഞാൻ ചോദിച്ചപ്പോഴേക്കും സമ്മതം മൂളിയത് എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അതിഥി സംശയത്തോടെ ഇഷാനിയെ നോക്കി. ഇപ്പോൾ ഞാൻ വന്നതായോ നിന്റെ പ്രശ്നം? വരുന്നില്ലെന്ന് പറഞ്ഞാലും നീ സമ്മതിക്കില്ലല്ലോ. അതില്ല, എന്നാലും അവരുടെ കാര്യത്തിൽ എന്തോ ഒരു പ്രത്യേക താല്പര്യമുള്ളതുപോലെ. അന്ന് പുഷ്പൻ കാണിച്ച പ്രത്യേക സോഫ്റ്റ് കോർണർ വർക്കൗട്ടായോ? അവനാകെ താല്പര്യമുള്ളത് അവൻ്റെ അമ്മയുടെ കൈയൊടിച്ച ആളോടാണ്. അതെന്തായാലും ഞാനല്ലല്ലോ. പിന്നെ അവൻ്റെ പേര് പുഷ്പൻ എന്നല്ല, പുഷൻ എന്നാണ്. നാട്ടിൽ ഒരുപാട് പുഷ്പന്മാർ ഉള്ളതുകൊണ്ട് എൻ്റെ വായിൽ അതേ വരുള്ളൂ. നീ എന്ത് വേണേൽ വിളിച്ചോ. ഇപ്പോൾ തൽക്കാലം നേരെ നോക്കി വണ്ടി ഓടിക്കും. അവരുടെ വീടെത്തും വരെ അതിഥി ഇങ്ങനെ ഓരോന്ന് ചോദിച്ചവളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവർ വീടിന് മുന്നിലെ റോഡരികിൽ കാർ പാർക്ക് ചെയ്ത് പുറത്തേക്കിറങ്ങി. 80 വർഷത്തിനുമേൽ പഴക്കം തോന്നിക്കുന്ന ഒരു വലിയ വീട്. ബംഗാളിൻ്റെ പരമ്പരാഗതമായ എല്ലാ വാസ്തുസങ്കല്പങ്ങളും ഒത്തിണങ്ങിയ കെട്ടിടം. ഗേറ്റ് തുറന്നാൽ ഒരു ഇടുങ്ങിയ വഴിയാണ്. അതിലൂടെ നടന്നാൽ എത്തുന്നത് മുകളിലേക്കുള്ള മരം കൊണ്ട് നിർമ്മിച്ച ഗോവണിയിലാണ്. പകുതി കയറുമ്പോൾ വലതുഭാഗത്തായി ഒരു ചെറിയ മുറി. ചുമർ മുഴുവൻ കയ്യേറി നിറയെ പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ടുള്ള ഷെൽഫുകളും ഒരാൾക്ക് മാത്രം കിടക്കാൻ പാകത്തിലുള്ള കട്ടിലും എഴുത്തുമേശയുമായി മനോഹരമായ ഒരിടം. അവിടുന്ന് ഇടത്തോട്ട് കയറിയാൽ വിശാലമായ ഒരു ഹാളാണ്. അതിൻ്റെ ചുമരിൽ ടാഗോറിൻ്റെയും മൃണാൾ സെന്നിൻ്റെയും ഉൾപ്പെടെ ബംഗാളിലെ പ്രശസ്തമായ എഴുത്തുകാരുടെയും സാംസ്കാരിക നായകന്മാരുടെയും ചില്ലിട്ട ഫോട്ടോകൾ.
ഹാളിൻ്റെ ഒരു വശം മുഴുവനായും ഡാൻസ് ക്ലാസ്സിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. മറ്റൊരു വശത്ത് 2 സോഫകൾ മുഖാമുഖമിട്ട് അതിനു ചുറ്റുമായി പലതരത്തിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുകൾ. അവിടെ നിന്നും ഉള്ളിലേക്കായി കടുകെണ്ണയിൽ വറുക്കുന്ന മീനിൻ്റെയും ഏലക്ക ചായയുടെയും മണം പടർത്തുന്ന അടുക്കളയും. സംഗീതവും നൃത്തവും സാഹിത്യവും നിർത്താതെ ഒഴുകി ആ വീട് എപ്പോഴും നിറഞ്ഞു നിന്നു. കൊൽക്കത്തയുടെ തന്നെ ഒരു ബോൺസായി പോലെ അത് നിലകൊള്ളുന്നതായി അവർക്ക് തോന്നി. ഹാളിലിരുന്ന് വീണ പോലെ എന്തോ മടിയിൽ വെച്ച് വായിച്ചു കൊണ്ടിരുന്ന പുഷൻ അവരെ കണ്ടതും ആശ്ചര്യത്തോടെ എഴുന്നേറ്റു. ആഹാ, നിങ്ങളായിരുന്നോ? വരുമെന്ന് വിളിച്ചപ്പോൾ പറഞ്ഞില്ലല്ലോ. വീട് എങ്ങനെ കണ്ടുപിടിച്ചു? അവൻ അവരെ 2 പേരെയും അകത്തേക്ക് ക്ഷണിച്ചു. ഈ സ്ട്രീറ്റിൽ ആരോട് ചോദിച്ചാലും മൈത്രേയി റോയിയുടെ വീട് പറഞ്ഞു തരില്ലേ? ഇഷാനിയാണ് മറുപടി പറഞ്ഞത്. അമ്മയ്ക്കൊരു നീണ്ട റെസ്റ്റ് അനുവദിച്ചു തന്ന ആൾ വന്നിട്ടുണ്ട്, അവൻ മുറിയുടെ അകത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം പ്ലാസ്റ്റർ ഇട്ട കൈയുമായി മൈത്രേയി ഹാളിലേക്ക് കടന്നു വന്നു. ഇവിടെയുള്ളവരെല്ലാം എനിക്കിങ്ങനെ പറ്റിയത് നന്നായെന്ന അഭിപ്രായക്കാരാണ്. കുറച്ചു കാലം റെസ്റ്റ് എടുത്ത് വീട്ടിൽ ഇരിക്കുന്നത് നല്ലതാണത്രേ. എനിക്കിപ്പോൾ തന്നെ ബോറടിച്ചു തുടങ്ങി. ഞാനിന്ന് ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവർ മെല്ലെ സോഫയിലേക്കിരുന്നു. എല്ലാം കൊണ്ടും നല്ല ബുദ്ധിമുട്ടായല്ലേ? അതിഥി തങ്ങൾ കൊണ്ടുവന്ന പഴങ്ങളും പൂക്കളും ടേബിളിലേക്ക് വെച്ചു. അതിനി പറഞ്ഞിട്ടെന്താ, ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്ന് വിചാരിക്കാം. അവർ സെർവൻറ്റിനോട് ചായ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഇത്ര ഭംഗിയായി സൂക്ഷിക്കുന്ന ഒരു വീട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇഷാനി ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാനും ഇവനും കൂടി ചെറിയ റിനോവേഷൻ നടത്തി മാറ്റിയെടുത്തതാണ്. പിന്നെ എന്തിനോടും കല ചേരുമ്പോൾ അതിന് ഭംഗി കൂടുമല്ലോ. പുഷ്പൻ മ്യൂസീഷ്യനാണോ? അതിഥി അവിടെ ഉണ്ടായിരുന്ന ഇൻസ്ട്രുമെൻറ്റുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. പുഷ്പൻ അല്ല, പുഷൻ. ഇഷാനി അവർ കാണാതെ അവളെ പതിയെ തട്ടി. ഇത്രയും സിമ്പിളായിട്ടുള്ള എൻ്റെ പേര് ആദ്യമായിട്ടാണ് ഒരാൾ തെറ്റിച്ച് വിളിക്കുന്നത്. അവൻ ചിരിച്ചുകൊണ്ട് ചായയും ബംഗാളിൽ മാത്രം ലഭിക്കുന്ന മധുരപലഹാരമായ സാന്ദേശും ടീപ്പോയിൽ വെച്ചു. പക്ഷേ ആ പേര് കൊള്ളാം, കേൾക്കാനൊരു രസമുണ്ട്. മൈത്രി ചിരിച്ചുകൊണ്ട് പുഷനെ നോക്കി. താല്പര്യമുണ്ടെങ്കിൽ ഒരു ഹോം ടൂർ ആവാം. അവൻ ചായ കുടിക്കുന്നതിനിടെ ഇഷാനിയെ നോക്കി പറഞ്ഞു. ഞാനും വരാം. ഹോം ടൂർ കിട്ടുന്നതിൽ എനിക്കും നഷ്ടമൊന്നുമില്ല. അതിഥി ചായ കുടിക്കുന്നത് വേഗത്തിലാക്കി. ഹാളിൽ നിന്നും അവർ കോണി കയറിയെത്തിയത് മുള കൊണ്ടുണ്ടാക്കിയ ഒരു ഊഞ്ഞാലും പലതരത്തിലുള്ള സിനിമാ പോസ്റ്ററുകളും അരികിലായി ചെറിയ വിഗ്രഹങ്ങളും നിരത്തിവെച്ച ഒരു വലിയ മുറിയിലേക്കാണ്. അതിന് വലതുവശത്തായി വലിയൊരു ഓപ്പൺ ടെറസ്. പലതരത്തിലുള്ള ചെടികളും അതിലെ പൂക്കളുമായി നിറഞ്ഞു നിന്നിരുന്ന ടെറസിന് മധ്യഭാഗത്തായി ഒരു ടേബിളും കൈകളിൽ കൊത്തുപണികളുള്ള 2 ചെയറുകളും സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട്. ശരിക്കും തനിക്ക് എന്താ പണി? തുളസിച്ചെടിയുടെയും റോസാപ്പൂവിൻ്റെയും മണം നിറഞ്ഞ ടെറസിൻ്റെ അറ്റത്തേക്ക് നടന്നുകൊണ്ട് ഇഷാനി പുഷനോടായി ചോദിച്ചു. ചെറിയൊരു മ്യൂസീഷ്യനാണ്. 5 വർഷത്തോളം ഫോറിൻ പ്രോഗ്രാംസുമായി കറക്കമായിരുന്നു. ഇവിടേക്ക് തിരിച്ചു വന്നിട്ട് കുറച്ചു മാസങ്ങളേ ആയുള്ളൂ. രാത്രി മിക്കപ്പോഴും കൂട്ടുകാർ വരും. പുലരുവോളം കച്ചേരിയുമായി ഞങ്ങൾ ഇവിടെ കൂടും. അമ്മയ്ക്കും അതെല്ലാം ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ ഇവിടെയും പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട്. സംഗീതവും സിനിമയുമാണ് പുഷൻ്റെ ജീവിതമെന്ന് അവൻ്റെ മുറി കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി. മുറിയിൽ മുഴുവൻ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബംഗാളി സിനിമകളുടെ പോസ്റ്ററുകളുണ്ട്. അവിടെ നിരത്തിവെച്ച സംഗീതോപകരണങ്ങളിൽ ഒന്നിൻ്റെ പോലും പേര് അവർക്ക് 2 പേർക്കും പിടിയില്ലായിരുന്നു. മരത്തിൻ്റെ പെട്ടി പോലുള്ളത്, നീളത്തിൽ കറുത്ത വരകളുള്ള ആ കുഴൽ, മണികൾ തൂക്കിയിട്ട വെള്ള സാധനം എന്നൊക്കെയാണ് ഇഷാനി അതിനെയെല്ലാം വിശേഷിപ്പിച്ചത്. ഇതിൻ്റെ പേരെന്താ? ഇഷാനി ആകാംക്ഷയോടെ ടേബിളിൽ ഉണ്ടായിരുന്ന ഇൻസ്ട്രുമെൻ്റ് തൊട്ടുനോക്കി. ഇതാണ് കലിംബ. ശാന്തിനികേതനിൽ നിന്ന് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയതാ. പിന്നെ കുറച്ചുനേരം അവൻ വാതോരാതെ അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. മ്യൂസിക് ബുക്സും സെക്കൻഡ് ഹാൻഡ് ഇൻസ്ട്രുമെൻസും ഡെസ്റ്റിവിനിൽ റെക്കോർഡുകളും വാങ്ങാൻ ഞാൻ ഇടയ്ക്ക് ഗരിയഹാറ്റ് മാർക്കറ്റിൽ പോകാറുണ്ട്. ഫ്രീ ആകുമ്പോൾ ഒരിക്കൽ വരൂ. വേറെ തന്നെയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അവൻ കലിംബ താഴെ വെച്ചുകൊണ്ട് അവളെ നോക്കി. എന്തിനാ 5 വർഷം കൊൽക്കത്തയിൽ നിന്നും മാറി നിന്നത്? അവൻ്റെ എല്ലാ സംസാരങ്ങളും അവസാനിക്കുന്നത് ഇഷാനിയുടെ കണ്ണുകളിലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിഥി ഇടയിൽ കയറി ചോദിച്ചു. എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ ഈ നിമിഷം വരെ ഈ നാടിന് ഒരേ മുഖമാണ്. ഒരു മാറ്റം വേണമെന്ന് തോന്നി, അതുകൊണ്ട് പോയി. കൊൽക്കത്തയ്ക്ക് മാറ്റങ്ങളില്ല എന്ന് ആര് പറഞ്ഞു? ഞാനും ഇവിടെ ജനിച്ചു ജീവിച്ച ആളല്ലേ, എനിക്കങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. ഇഷാനി അവളുടെ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. മാറ്റങ്ങൾ വേണമെങ്കിൽ ചിലതൊക്കെ ഉപേക്ഷിക്കാനും തയ്യാറാവണം. നമ്മുടെ വിശ്വാസങ്ങളെ, പ്രിയപ്പെട്ട ഇടങ്ങളെ, ചിട്ടകളെ, ശീലങ്ങളെ, ചിലപ്പോഴൊക്കെ മനുഷ്യരെയും. കേട്ടിട്ടില്ലേ, ഒന്ന് ചെയ്യുന്നത് മറ്റൊന്നിന് വളമാകുമെന്ന്? പക്ഷെ ഇവിടെയുള്ള മനുഷ്യർ ആ മാറ്റങ്ങളെ സ്വീകരിക്കാൻ തയ്യാറല്ലാത്തവരാണ്. പുരാതനമായ വസ്തുക്കളെ, ഓർമ്മകളെ ഒന്നും പിറകിലുപേക്ഷിക്കാൻ അവർ ഒരുക്കമല്ല. കലയും സംഗീതവും സാഹിത്യവും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന ടാഗോറിൻ്റെയൊക്കെ കാലത്തെ കൊൽക്കത്തയുടെ തെരുവുകളിൽ ഇന്നുള്ളത് ദാരിദ്ര്യത്തിൻ്റെ നിശ്വാസങ്ങൾ മാത്രമാണ്.
പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ എന്ന പേരിൽ ട്രാമുകൾ ഉൾപ്പെടെ പഴയ കൊളോണിയൽ കാലത്തെ കെട്ടിടങ്ങൾ പോലും നവീകരിക്കാതെ സൂക്ഷിക്കുമ്പോൾ ഒരു വലിയ ജനതയുടെ പുനരധിവാസത്തിനോ പുരോഗതിക്കോ ഇവിടെ ആരും ഒരു പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല. യുവാക്കളെല്ലാം ജോലി അന്വേഷിച്ച് പുറത്തേക്ക് ചേക്കേറി. സാധ്യതകളില്ലാത്ത, വളക്കൂറില്ലാത്ത മണ്ണായി ഇവിടം മാറിക്കഴിഞ്ഞു. കൊൽക്കത്ത സത്യത്തിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആർക്കും അത് സമ്മതിക്കാൻ മനസ്സില്ലെന്നു മാത്രം. പുഷനത് പറഞ്ഞുകൊണ്ട് താഴേക്കുള്ള പടികളിറങ്ങി. അവൻ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് അതിഥിക്ക് തോന്നി. പുസ്തകങ്ങളിലൂടെയും സിനിമകളിലൂടെയും താൻ അറിഞ്ഞ കൊൽക്കത്തയിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് യഥാർത്ഥ കൊൽക്കത്തയെന്ന് ഇവിടെ എത്തി കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു. നിങ്ങൾക്ക് തിരക്കില്ലല്ലോ, ഭക്ഷണം തയ്യാറാക്കാൻ പറയട്ടെ. മൈത്രേയി അവരെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. അയ്യോ, ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി, പിന്നീട് ഒരിക്കലാകാം. അവർ യാത്ര പറഞ്ഞിറങ്ങി. അടുത്ത സൺഡേ കലാമന്ദിറിൽ എൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്. ഫ്രീ ആണെങ്കിൽ വരൂ. ഉഷൻ അവരെ ഇൻവൈറ്റ് ചെയ്തു. സൺഡേ ഞാൻ ഫ്രീ ആണ്. ഇഷാനി, നീ ഫ്രീ ആണോ? അതിഥിയുടെ ആ ചോദ്യം കേട്ടപ്പോൾ തനിക്ക് ഇഷാനിയോട് പ്രത്യേകമായി എന്തോ ഒരു താല്പര്യമുണ്ടെന്ന് അവൾ സംശയിക്കുന്നത് പോലെ പുഷന് തോന്നി. അവൻ ചെറിയൊരു ജാളതിയോടെ അതിഥിയെ നോക്കി യാത്ര പറഞ്ഞു. 6. കൃത്യം 7 മണിയോടെ കോളേജ് സ്ട്രീറ്റിലെ തിരക്കുകൾക്കിടയിലൂടെ കാറോടിച്ച് അവൾ ഗ്രേനിസ്റ്റ് കോഫി ഷോപ്പിലെത്തി. പറഞ്ഞ പോലെ വിവാൻ അവിടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. അവളെ കണ്ടതും അവൻ തൊട്ടടുത്തായി പാർക്ക് ചെയ്ത അവൻ്റെ കാർ ലോക്കാണെന്ന് ഉറപ്പുവരുത്തി അവളുടെ കാറിലേക്ക് കയറി. ഞാൻ കരുതി താൻ വരില്ലെന്ന് അവൻ സീറ്റ് ബെൽറ്റ് ഇടുന്നതിനിടെ പറഞ്ഞു. അതെന്താ അങ്ങനെ തോന്നാൻ? ഞാനൊരു ആർക്കിടെക്റ്റ് ആണോ എന്ന കാര്യത്തിൽ തനിക്ക് വലിയ സംശയമായിരുന്നല്ലോ. ആ സംശയം മാറ്റാൻ വേണ്ടി ഞാൻ ഓഫീസിലെ വെരിഫിക്കേഷൻ ടീമിനെ വെച്ച് തന്നെക്കുറിച്ചൊരു അന്വേഷണം നടത്തിയെന്ന് കൂട്ടിക്കോ, അവൾ അല്പം ഗൗരവത്തോടെ പറഞ്ഞു. സീരിയസ്ലി? അവൻ വിശ്വാസം വരാതെ അവളെ നോക്കി. പേടിക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അവൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ അടുത്താണോ തൻ്റെ ക്ലബ്? അതെ, നോർമലി ഒരു 5 മിനിറ്റ് എടുക്കാറുള്ളൂ. ഈ ട്രാഫിക് കൊണ്ടാണ് ഇത്രയും സമയമെടുക്കുന്നത്. ആഹാ, അപ്പോൾ എനിക്ക് തന്നെ ഇംപ്രസ് ചെയ്യാൻ കുറച്ച് സമയം കൂടെ കിട്ടിയെന്ന് സാരം. ഫ്ലൈറ്റിൽ വെച്ച് ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ ബാക്കിയാണോ? അതെന്തായാലും സക്സസ് ആയല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഒരുമിച്ച് ഈ കാറിൽ ഇരിക്കുന്നത്. പരസ്പരം നോക്കിയില്ലെങ്കിലും രണ്ടുപേരുടെയും ചുണ്ടിൽ പെട്ടെന്ന് തന്നെ ഒരു ചിരി വിരിഞ്ഞു. കാപ്പി കളർ പെയിന്റ് അടിച്ച ഒരു പഴക്കം ചെന്ന കെട്ടിടത്തിന് മുൻപിൽ അതിഥി കാർ നിർത്തി. വിവാൻ കാറിൽ നിന്നിറങ്ങി സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ബിൽഡിംഗ് സൂക്ഷിച്ചു നോക്കി. അപ്പോൾ ഇതാണ് ഞാൻ മേക്ക് ഓവർ കൊടുക്കേണ്ട ബിൽഡിംഗ്. ഇത് മൊത്തം നമ്മുടേതല്ല, മുകളിലെ ഒരു മുറി മാത്രം. അവൾ അവനെയും കൂട്ടി പടികൾ കയറി. മുകളിൽ വലതുവശത്തായി ഒഴിഞ്ഞുകിടന്ന ഒരു വലിയ മുറി കയ്യിലുണ്ടായിരുന്ന ചാവി വെച്ച് തുറന്നു. ഇത് കൊള്ളാലോ, എങ്ങനെ തപ്പിയെടുത്തു? അവൻ ആശ്ചര്യത്തോടെ അതിഥിയെ നോക്കി. അതൊക്കെ ഒപ്പിച്ചു. എനിക്ക് കുറച്ചധികം കൊൽക്കത്ത ബന്ധങ്ങൾ ഉണ്ടെന്ന് കൂട്ടിക്കോ. എനിക്ക് തോന്നിയ ഒരു കാര്യം പറയട്ടെ. ഒരു പക്ഷേ നിങ്ങൾ ഇവിടെ കൂടിയിരുന്ന് വായിക്കാൻ പോകുന്ന കഥകളെക്കാൾ ഏറെ കഥകൾ ഈ മുറിക്ക് പറയാനുണ്ടാവുമെന്ന് തോന്നുന്നു. മരം പാകിയ ഫ്ലോറും വലിയ ജനാലകളുമുള്ള ആ മുറി തൻ്റെ ഡെനിം ജാക്കറ്റിൻ്റെ പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട് നടന്ന് അവൻ വിശദമായി നോക്കിക്കണ്ടു. അതെന്താ അങ്ങനെ തോന്നാൻ? വിവാൻ പറഞ്ഞത് കേട്ട് അതിഥി കൗതുകത്തോടെ മുറിയിലാകെ കണ്ണോടിച്ചു. തോന്നലുകൾക്കും കാരണങ്ങൾ നൽകണമെന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. എനിക്കങ്ങനെ തോന്നി, അത്ര തന്നെ. ആർക്കറിയാം, ചിലപ്പോൾ വലിയ വിപ്ലവങ്ങൾക്കോ പ്രണയനിമിഷങ്ങൾക്കോ ഈ ചുമരുകൾ സാക്ഷിയായിട്ടുണ്ടാവാം. എന്തായാലും ഒരു ബീൻ ബാഗ് പോലും ഞാനിവിടേക്ക് കയറ്റില്ല. അതോർത്ത് താൻ പേടിക്കേണ്ട. നമുക്ക് നല്ല വുഡൻ ഷെൽഫുകൾ ഈ 2 ചുമരുകളോട് ചേർത്ത് വെക്കാം. പിന്നെ ആ ഭാഗത്തു നിന്നും ചെറിയൊരു സ്റ്റെയർ കൊടുത്ത് മുകളിലും ബുക്കുകൾ വെക്കാനുള്ള സൗകര്യമുണ്ടാക്കാം. വലതുവശത്തെ ജനാലയ്ക്കരികിൽ ഒരു പാൻട്രി സെറ്റ് ചെയ്യാം. പിന്നെ പഴയ കുറച്ച് ടൈപ്പ് റൈറ്ററുകളും ഗ്രാമഫോണും സംഘടിപ്പിച്ച ഒരു വിൻറ്റേജ് ആംബിയൻസ് കൊണ്ടുവരാം. അവൾക്ക് അവൻ പറഞ്ഞ കാര്യങ്ങൾ നന്നേ ബോധിച്ചുവെന്ന് അവളുടെ കണ്ണുകളിലെ തിളക്കത്തിൽ നിന്നും വ്യക്തമായിരുന്നു. സീരിയസ് ആയി പറയുകയാണോ? ഇവർക്ക് ശരിക്കും താൻ ഏറ്റവും നമുക്ക് ചെയ്യാമെന്നേ. വർക്കിൻ്റെ കാര്യത്തിലും അത് തരുന്ന ആളുകളുടെ കാര്യത്തിലും ഞാൻ എപ്പോഴും സീരിയസ് ആണ്. അവൻ അവളെ നോക്കി ചെറുതായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒരുപാട് സീരിയസ് ആയാൽ ഈ വർക്ക് കയ്യിൽ നിന്ന് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അവൾ ചിരിച്ചുകൊണ്ട് അടഞ്ഞുകിടന്ന 2 ജനൽപ്പാളുകൾ കൂടി തുറന്നു. ഞാൻ ഡിസൈനിങ്ങിനെ കുറിച്ചല്ലാതെ ഒരു കാര്യം ചോദിച്ചോട്ടെ? അവൻ അല്പം കൂടെ അവൾക്കടുത്തേക്ക് നടന്നു. വേണ്ട എന്ന് പറഞ്ഞാലും ചോദിക്കാതിരിക്കില്ലല്ലോ. അവൻ അതിനു മറുപടിയായി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചിരിക്കുക മാത്രം ചെയ്തു. ശരി, അനുവാദം തന്നിരിക്കുന്നു, ചോദിച്ചോളൂ. നമ്മൾ എയർപോർട്ടിൽ നിന്നും പിരിഞ്ഞ ശേഷം ഞാൻ തന്നെക്കുറിച്ച് ചെറിയൊരു റിസർച്ച് നടത്തി. അങ്ങനെ കാര്യമായിട്ടൊന്നുമല്ല, വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്തു. അതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ വെച്ച് താൻ വളരെ സക്സസ്ഫുള്ളായ തിരക്കുള്ളൊരു ബിസിനസ് വുമണാണ്. അങ്ങനെയുള്ള ഒരാൾ ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ഇത്രയും സമയം കളയുന്നത് എന്തിനാണ്? താൻ പറഞ്ഞത് ശരിയാണ്. പക്ഷെ എല്ലാവരും പുറത്തുനിന്ന് നോക്കിക്കാണുന്ന അതിഥിയും ഞാൻ എൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന അതിഥിയും 2ആണ്. എന്നുവെച്ചാൽ? അവൻ മനസ്സിലാവാതെ അവളെ നോക്കി.
ജീവിക്കാൻ അനിവാര്യമായ ഒന്നായിട്ടാണ് ഞാൻ എൻ്റെ പ്രൊഫഷനെ കാണുന്നത്. പക്ഷെ അതിനൊക്കെ അപ്പുറം ഒരു വ്യക്തിയെന്ന നിലയിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന, ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ വേണ്ടേ? താൻ ഇപ്പോൾ കണ്ടുമുട്ടിയ അതിഥിക്ക് മുൻപേ എനിക്ക് പോലും അപരിചിതയായി തോന്നാറുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ കണ്ടിട്ടുള്ള കുറേ സ്വപ്നങ്ങളുണ്ട്, അവളുടെ ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ നിറവേറുമ്പോൾ അവൾക്കുണ്ടാവുന്ന സന്തോഷമുണ്ട്. ഇതൊക്കെ അതിൻ്റെ പാട്ടാണ്. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇഷ്ടമുള്ളതെല്ലാം ചെയ്ത് എന്നെ ഹാപ്പിയാക്കി നിർത്തുമെന്ന് ഞാൻ സ്വയം വാക്ക് നൽകിയിട്ടുണ്ട്. എനിക്കത് പാലിച്ചേ തീരൂ. മറ്റാർക്ക് നൽകിയ സത്യങ്ങളെക്കാളും ഞാൻ എനിക്ക് നൽകിയ സത്യങ്ങൾ ഉടയാതെ സൂക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ? അപ്പോൾ വായനയും എഴുത്തുമെല്ലാം എത്ര വലിയ തിരക്കിലും മാറ്റിവെക്കലെന്ന് സാരം. വായനയുണ്ട്, പക്ഷേ ഇപ്പോൾ എഴുതാറില്ല. എന്തേ? എഴുതാനിപ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അവർ മുറിപ്പൊട്ടി താഴേക്ക് നടന്നു. ചിലപ്പോൾ ഞാൻ കണ്ടുമുട്ടിയത് ആ പഴയ അതിഥിയാണെങ്കിൽ പോലും എനിക്കവളെ ഇഷ്ടമായേനെ. അവൻ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അരണ്ട വെളിച്ചത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ പറഞ്ഞതിൽ നിന്ന് ഇപ്പോഴുള്ള തന്നെ അവൻ ഇഷ്ടപ്പെടുന്നു എന്നൊരു ധ്വനി കൂടിയുണ്ടെന്ന് മനസ്സിലായെങ്കിലും അവൾ ചെറുതായൊന്ന് ചിരിക്കുകയല്ലാതെ അതിന് മറുപടി പറഞ്ഞില്ല. അതിഥി കഫേക്ക് മുന്നിലായി കാർ നിർത്തി. ഇറങ്ങാൻ നേരം അവൻ അവളെ ഒരിക്കൽ കൂടി നോക്കി. പൊതുവെ ഫസ്റ്റ് സൈറ്റ് വിസിറ്റിൽ ക്ലയൻറ്റിനോട് ചോദിക്കാത്ത ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ? എല്ലാ ചോദ്യങ്ങൾക്കും ഇങ്ങനെയൊരു മുഖവുര നിർബന്ധമുണ്ടോ? ഇല്ല, തനിക്കിതൊക്കെ ഇഷ്ടമാവുമോ എന്നൊരു സംശയം. അവൻ ഒരൽപ്പം ചമ്മലോടെ പറഞ്ഞു. ഇനി ഇതായിട്ട് ചോദിക്കാതിരിക്കണ്ട, ചോദിച്ചോളൂ. താൻ എൻ്റെ കൂടെ ഒരു ഡേറ്റിന് വരാമോ? അത് ചോദിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് തെളിഞ്ഞ പരിഭ്രമം അവൾ ശ്രദ്ധിച്ചു. താൻ അയക്കുന്ന ആദ്യത്തെ ഡിസൈൻ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും വരാം. ഹാപ്പി ക്ലൈൻ, ഹാപ്പി ഡേറ്റ്. അവൾ ചിരിച്ചുകൊണ്ട് അവനെ കൈവീശി ഫ്ലാറ്റിലേക്ക് ഡ്രൈവ് ചെയ്തു. മറുപടി കൊടുക്കാത്ത ഒരുപാട് മെസ്സേജുകൾ ഉണ്ടായിരുന്നു ഫോണിൽ. അവൾ ഫോണെടുത്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്തു. ആദ്യം കണ്ടത് ആദിയുടെ ഒരു വോയിസ് മെസ്സേജാണ്. അവൾ അവനയച്ച ഒരുപാട് മെസ്സേജുകൾ മറുപടിയില്ലാതെ കിടക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അത് കാര്യമാക്കാതെ അവൾ വോയിസ് മെസ്സേജ് പ്ലേ ചെയ്തു. എടി, ഈ ഞായറാഴ്ച സിനിമയുടെ ഷൂട്ടിന് വേണ്ടി ഞാൻ കൊൽക്കത്ത വരുന്നുണ്ട്. ഷൂട്ട് തിങ്കളാഴ്ചയെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പക്ഷെ ഞാനൊരു ദിവസം മുൻപേ വരും. റെയിൽവേ സ്റ്റേഷനിൽ വന്ന് എന്നെ പിക്ക് ചെയ്ത് തിങ്കളാഴ്ച വരെയുള്ള ചിലവുകൾ നോക്കിക്കൊള്ളണമെന്ന് ഉത്തരവിടുന്നു. അവൾ ചിരിച്ചുകൊണ്ട് വീണ്ടും ആ വോയിസ് മെസ്സേജ് പ്ലേ ചെയ്തു. ബാംഗ്ലൂരിൽ നിന്നും വന്ന ശേഷം ഏറ്റവും കുറവ് സംസാരിച്ചിട്ടുള്ളത് ആദിയോടാണ്. അവൻ അസിസ്റ്റ് ചെയ്യുന്ന 3ാമത്തെ സിനിമയാണത്. വിളിച്ചാൽ ഫോൺ എടുക്കാനോ മെസ്സേജിന് റിപ്ലൈ തരാനോ അവനൊരിക്കലും സമയമുണ്ടാകില്ല. പക്ഷെ വല്ലപ്പോഴും ഒരു നീണ്ട വോയിസ് മെസ്സേജിലൂടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അപ്ഡേറ്റ് ചെയ്യും. മുൻപ് ദിനവും കണ്ടിരുന്ന ഒരാളെ അങ്ങനെയല്ലാതെ ആയതിനു ശേഷം വീണ്ടും കാണാനുള്ള അവസരം വരുമ്പോൾ ഒരാൾക്കുണ്ടാവുന്ന എല്ലാ സന്തോഷവും അവളിലുണ്ടായിരുന്നു. പുഷിൻ്റെ സംഗീത പരിപാടിക്ക് പോകേണ്ടെന്നാണ് അവൾ ആദ്യം നിശ്ചയിച്ചിരുന്നത്. പക്ഷെ തലേന്ന് രാത്രി അവൻ വീണ്ടും മെസ്സേജ് അയച്ച് ഓർമ്മപ്പെടുത്തിയതിനാൽ ഇഷാനി കൂടെ വരുന്നെങ്കിൽ പോകാമെന്ന് കരുതി. ഇഷാനിയും വരാൻ താല്പര്യം കാണിച്ചതിനാൽ രാവിലെ 11 മണിയോടെ അവർ കലാമന്ദിറിലെത്തി. പ്രതീക്ഷിച്ചതിന് വിപരീതമായി ഹാൾ നിറയെ കാണികൾ ഉണ്ടായിരുന്നു. ഒഴിഞ്ഞുകിടന്ന 2 സീറ്റുകൾ അവർ എങ്ങനെയോ കണ്ടുപിടിച്ചു. ബംഗാളി ഫോക്ക് സോങ്ങാണ് അവൻ പാടുന്നതെന്ന് ഇഷാനി പറഞ്ഞപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. കയ്യിലൊരു ഇക്താരിയുമായി പുഷൻ പാടുന്നത് കേൾക്കുമ്പോൾ വരികളുടെ അർത്ഥമൊന്നും മനസ്സിലായില്ലെങ്കിലും അതിഥിക്ക് അത് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഓരോന്ന് ചോദിച്ച് ഇഷാനിയെ തട്ടി വിളിച്ചെങ്കിലും അവൾ സ്റ്റേജിൽ നിന്നും കണ്ണെടുക്കാതെ പാട്ടിൽ മുഴുകിയിരുന്നു. ഇഷാനിക്ക് അതിലൊക്കെ ഇത്ര താല്പര്യമുണ്ടായിരുന്നോ എന്നത് അവൾക്ക് പുതിയ അറിവായിരുന്നു. 2 മണിക്കൂറോളം നീണ്ടുനിന്ന പ്രോഗ്രാം അവസാനിച്ചപ്പോൾ അവൾ പുഷനെ കണ്ട് അഭിനന്ദനം അറിയിക്കാൻ ബാക്ക് സ്റ്റേജിലേക്ക് നടന്നു. ആഹാ, നിങ്ങൾ വന്നിരുന്നോ? അവൻ അവരെ കണ്ടതും സന്തോഷത്തോടെ അടുത്തേക്ക് വന്നു. വീട്ടിൽ കണ്ട സംഗീതോപകരണങ്ങളൊക്കെ വെറും ഷോ അല്ല എന്നുറപ്പിക്കണ്ടേ, അതുകൊണ്ട് വന്നതാ. പാട്ട് അസാധ്യമായിരുന്നു. അതിഥി അവനെ അഭിനന്ദനങ്ങൾ അറിയിച്ചു കൈകൊടുത്തു. താങ്ക്സ്, തനിക്കിഷ്ടപ്പെട്ടില്ലേ? ഒരൽപ്പം ആരാധനയോടെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന ഇഷാനിയോടായി അവൻ ചോദിച്ചു. തരക്കേടില്ല, 2 മണിക്കൂറൊക്കെ സഹിച്ചിരിക്കാവുന്നതേ ഉള്ളൂ. അവൾ ചിരിച്ചുകൊണ്ട് തമാശയായി പറഞ്ഞു. അതെ അതെ, ബാക്ക് സ്റ്റേജിലേക്ക് നടക്കുമ്പോൾ ഇവൾ എന്നോട് പറഞ്ഞത് അടുത്ത പരിപാടി എപ്പോഴാണെന്ന് ചോദിക്കണമെന്നാണ്. അതിഥി ഒറ്റ ഡയലോഗിൽ അവളെ നാണം കെടുത്തി. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, ഞാൻ ഇതെല്ലാം ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് നമുക്ക് പുറത്തുപോയി ലഞ്ച് കഴിക്കാം. തൽക്കാലം നിങ്ങൾ 2 പേരും പോയിട്ട് വരൂ. ദിശയ്ക്ക് ഡ്രോയിങ് ക്ലാസ് ഉണ്ട്. ഞാൻ തന്നെ കൊണ്ടുവിട്ടില്ലെങ്കിൽ പിന്നെ ഇന്നേക്കതു മതി. ഇഷാനി വാച്ചിൽ നോക്കി അവരോട് 2 പേരോടും യാത്ര പറഞ്ഞു ധൃതിയിൽ അവിടെ നിന്നിറങ്ങി. ആദിയുടെ ട്രെയിൻ വൈകുന്നേരമായതിനാൽ അതിഥി പുഷനൊപ്പം റോഡിന് എതിർവശത്തുള്ള റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു. ഇഷാനിയും അനിയത്തിയും തമ്മിൽ ഒരുപാട് പ്രായവ്യത്യാസമുണ്ടോ? റെസ്റ്റോറൻറ്റിൽ കയറുന്നതിനിടയിൽ അവൻ ചോദിച്ചു. അനിയത്തിയോ? ഓ, ദിശയെക്കുറിച്ചാണോ? അത് അവളുടെ അനിയത്തിയല്ല, മകളാണ്. അതിഥി കസേരയിലേക്കിരുന്നു. എന്ത്, മകളോ? ഇഷാനി മാരീഡാണോ? അതിഥിയിൽ നിന്ന് അങ്ങനെയൊരു മറുപടി ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലെ അവൻ ആശ്ചര്യത്തോട് ചോദിച്ചു. മാരീഡ് ആയിരുന്നു, ഇപ്പോഴല്ല. അവൾ 2 താലിക്ക് ഓർഡർ കൊടുത്തു.
ഇഷാനിക്ക് 19 വയസ്സുള്ളപ്പോഴാണ് അവളുടെ കല്യാണം കഴിയുന്നത്. കൂടെ പഠിച്ചിരുന്ന ആര്യൻ ആയിരുന്നു പയ്യൻ. 5 വർഷത്തോളം നീണ്ട പ്രണയമായിരുന്നു. കോളേജ് കഴിഞ്ഞതും ഒരുപാട് ആലോചിക്കാതെ രണ്ടുപേരും ഒളിച്ചോടി കല്യാണം കഴിച്ചു. കാസ്റ്റ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് അവൻ്റെ വീട്ടിൽ ഒട്ടും സമ്മതമില്ലായിരുന്നു. അതുകൊണ്ട് കല്യാണശേഷം അവൻ്റെ വീട്ടുകാർ സ്വീകരിച്ചതുമില്ല. ഇഷാനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അവർക്ക് എതിർപ്പുകൾ ഇല്ലാതിരുന്നതിനാൽ കല്യാണശേഷം അവിടെയാണ് അവർ താമസിച്ചത്. അവൾ പഠിത്തം തുടർന്നു. അവൻ ടെസ്റ്റ് എഴുതി പാസ്സായി ആർമിയിൽ ചേർന്നു. ജീവിതത്തിൽ അവൾ ഏറ്റവും സന്തോഷിച്ചിട്ടുള്ള ഒരു വശം അതാണെന്നാണ് അവൾ ഇടയ്ക്ക് പറയും. 2 വർഷം കഴിഞ്ഞ് ദിശ ജനിച്ചു. ദിശയെ ആദ്യമായി കാണാൻ ലീവിൽ വന്ന് തിരിച്ചുപോയ ശേഷം ജമ്മുവിൽ ഉണ്ടായ ഒരു മിലിറ്ററി ഓപ്പറേഷനിൽ വെച്ച് ആര്യൻ കൊല്ലപ്പെട്ടു. പുഷൻ അവിശ്വസനീയതയോടെ അതിഥിയെ തന്നെ ഉറ്റുനോക്കി. ആര്യൻ മരിക്കാൻ കാരണം ഇഷാനിയാണെന്ന് അവൻ്റെ കുടുംബം ആരോപിച്ചു. അവളുടെ സ്വാർത്ഥത കൊണ്ട് മകനെ അവരിൽ നിന്നും പിരിച്ചുവെന്നും കൊന്നുവെന്നുമെല്ലാം പറഞ്ഞ് അവർ മാസങ്ങളോളം ഇഷാനിയുടെ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കി. 1 വർഷത്തോളം അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. പിന്നെ അതിൽ നിന്നൊക്കെ മാറി ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഈ ഫീൽഡിലേക്ക് വന്നത്. അതിനും ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഭർത്താവ് മരിച്ചാൽ സ്ത്രീകൾ ജീവിതകാലം മുഴുവൻ ആ ഓർമ്മകളിൽ ഒതുങ്ങി ജീവിക്കണമെന്നാണല്ലോ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട്. സത്യം പറഞ്ഞാൽ അവൾ ഇപ്പോഴും ആ ഓർമ്മകളിൽ തന്നെ കുരുങ്ങിക്കിടക്കുകയാണ്. പിന്നെ പുറത്തു കാണിക്കുന്ന ഈ തൻ്റെ ഇടവും ധൈര്യവുമെല്ലാം ദിശയ്ക്ക് വേണ്ടി മാത്രമാണ്. അതിഥി ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു. അതിഥി ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിധവകളോട് പൊതുവെ സമൂഹത്തിന് വലിയ അനുകമ്പയും കരുതലുമൊക്കെയാണ്. പക്ഷെ ഭർത്താവ് ഉണ്ടായിരുന്നപ്പോൾ അവരെ പരിചരിച്ച് എങ്ങനെ ജീവിച്ചിരുന്നുവോ മരണശേഷവും അതുപോലെ ജീവിക്കണമെന്ന് മാത്രം. ആഘോഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി ഒരുങ്ങി നടക്കാതെ ചിരിക്കാതെ സ്വപ്നങ്ങളില്ലാതെ അവർ ജീവിക്കുന്നിടത്തോളം കാലം ആ സ്നേഹം നിലനിന്നു പോകും. പക്ഷെ അതിന് വിപരീതമായി സ്വന്തം ഇഷ്ടങ്ങളെ നോക്കി അവർ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ അത് വലിയ തെറ്റായി മാറും. അവർക്ക് ഭർത്താവിനോടുണ്ടായിരുന്ന സ്നേഹം വരെ ചോദ്യം ചെയ്യപ്പെടും. മരണവീട്ടിൽ ചെല്ലുമ്പോൾ ഉറ്റവരോട് എല്ലാം മറക്കണം, മുന്നോട്ട് ജീവിക്കണം എന്നൊക്കെ നമ്മൾ ആശ്വാസവാക്കുകളായിട്ട് പറയുമെങ്കിലും അവരത് പ്രാവർത്തികമാക്കുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരുടെ മരണവുമായി ഓരോ മനുഷ്യരും പൊരുത്തപ്പെടുന്നത് അവരുടേതായ രീതിയിലാണ്. അതിനെപ്പോഴും വിഷാദഭാവത്തിൽ നടക്കണമെന്നോ അടച്ചിട്ട മുറിയിലിരിക്കണമെന്നോ നിർബന്ധമില്ല. നമ്മൾ ഈ കാണിക്കുന്ന ഇതെല്ലാം സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ്. അവരുടെ അംഗീകാരമില്ലാതെ ഒറ്റയ്ക്ക് മുന്നോട്ട് നടക്കാനുള്ള ധൈര്യമുണ്ടായാൽ മതി. ഇഷാനി ഇപ്പോൾ ജീവിക്കുന്ന പോലെ. അവൻ ഇഷാനിയുടെ എപ്പോഴും ചിരിക്കുന്ന മുഖം ഓർത്തെടുത്തുകൊണ്ട് പറഞ്ഞു. അന്ന് വീട്ടിൽ വന്നപ്പോൾ പുഷ്പന് അവളോടൊരു താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഒന്നും അറിയാതെ അത് വെറുതെ വളരേണ്ടെന്ന് കരുതിയാണ് ഞാൻ പെട്ടെന്ന് ഇതൊക്കെ പറഞ്ഞത്. അവർ റെസ്റ്റോറൻറ്റിൽ നിന്നിറങ്ങി റോഡിലേക്ക് നടന്നു. അതെ, പുഷ്പനല്ല പുഷൻ. നിനക്കിനിയെങ്കിലും എൻ്റെ പേരെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് പറഞ്ഞൂടെ? അവർ റോഡ് ക്രോസ് ചെയ്തു. എല്ലാം അറിഞ്ഞിട്ടും ഈ ഇഷ്ടവുമായി മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ താൻ എൻ്റെ കൂടെ നിൽക്കുമോ? കാറിൽ കയറാൻ തുടങ്ങിയ അവളോട് അവൻ ചോദിച്ചു. അതിഥി ഒരു നിമിഷം പുഷിനെ തന്നെ നോക്കി. 2 നിബന്ധനകൾ അംഗീകരിക്കുകയാണെങ്കിൽ ഉറപ്പായും ഞാൻ തൻ്റെ കൂടെ നിൽക്കും. എന്തൊക്കെയാണ്? കേൾക്കട്ടെ. 1. അവൾക്ക് നിന്നെ പൂർണ്ണ മനസ്സോട് ഇഷ്ടമായാൽ മാത്രമേ ഇതുമായി മുന്നോട്ട് പോകാവൂ. 2. ജീവിതകാലം മുഴുവൻ എനിക്ക് നിന്നെ പുഷ്പനെന്ന് വിളിക്കാനുള്ള സമ്മതം തരണം. അവളുടെ മറുപടി കേട്ട് അവൻ ചിരിച്ചു. അവൾ അവനോട് യാത്ര പറഞ്ഞുകൊണ്ട് കാറിൽ കയറി.